അസ്സലാമു ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്നാക്സ് ഐറ്റമാണ്, ഒരു 4 മണി പലഹാരം. അത് റൈസ് പക്കോട. ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ എങ്ങനെയാണെന്ന് കാണിക്കാം. ഈ റൈസ് പക്കോടയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ, ഞാൻ ഒരു ബൗൾ റൈസാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്നതായാലും അല്ലാതെ ആയിരുന്നാലും കുറച്ച് ചോറ് എടുക്കുക. അത് ഏത് അരിയുടേതായാലും കുഴപ്പമില്ല. ഞാൻ എടുത്തിരിക്കുന്നത് ചമ്പാവരിയുടെ ചോറാണ്. അത് കുറച്ച് റവ ആവശ്യമുണ്ട്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്. ഞാൻ പിന്നെ ഒരു ചെറിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു മുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കോൺഫ്ലവർ. ഇത് എത്രയാണ് നമുക്ക് ഇതിന് ആവശ്യമായത്. എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. മിക്സിയുടെ ജാറെടുത്ത് നമ്മുടെ ഈ ചോറ് ഇതിൽ മൊത്തം തട്ടുക. അത് നമുക്ക് പിന്നെ ഒരു കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ ഒരു അര മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കാം, വെള്ളമൊന്നുമില്ലാതെ. ഇത് ഞാൻ എന്താണ്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ബൗളിലോട്ട് മാറ്റണം. ഇനി ഇതിലോട്ട് ചെറിയ ടേബിൾ സ്പൂണാണ് 2 ടീസ്പൂൺ റവ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം. നമ്മൾ ചോറിൽ മാത്രമാണ് ഉപ്പ് ചേർത്തത്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഈ സവോള മൊത്തം അതിലോട്ടിടുക. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പെരിഞ്ജീരകപ്പൊടി, കുറച്ച് ഗരം മസാല പൗഡർ, കുറച്ച് നല്ല മുളക്. പിന്നെ ഇതിലോട്ട് ചേർക്കാനുള്ളത് നമ്മുടെ കോൺഫ്ലവറാണ്. അത് ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തിട്ട് നമുക്ക് പച്ചമുളകും കൂടെ ഇട്ടാൽ അതിൽ. ഇനി നല്ലതുപോലെ ഇതിനെ നമുക്ക് കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ ഇതിൽ നമുക്ക് റവ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചേർത്തില്ലേ. കോൺഫ്ലവർ ഇല്ലെങ്കിൽ നമുക്ക് അതിന് പകരം കുറച്ച് അരിപ്പൊടി ചേർക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം. ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനമല്ലേ. നല്ല ഒരു സ്നാക്കാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ്. നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന സ്നാക്കാണ്. നമ്മളെ വീട്ടിലുള്ള സാധനമല്ലേ. എന്തായാലും ചോറ് നമ്മളെ വീട്ടിൽ കാണുമല്ലോ, അത് വെച്ച് നമുക്ക് ചെയ്യാം. ഞാൻ ഉരുട്ടി ഒരു ബൗളാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഇനി ഈ സമയം നമുക്ക് ഉപ്പുണ്ടാന്ന് നോക്കാം. ഉപ്പില്ലെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൽ നോക്കിയപ്പോൾ ഉപ്പുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് നല്ല തിളച്ചിട്ട് ഇതിനെ നമുക്ക് മുറിച്ചെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് ആവശ്യമായ ഓയിൽ ഒഴിക്കാം. ഒരു ചെറിയ ബൗളിൽ നമ്മൾ വെള്ളം കൂടെ അടുത്ത് വെച്ചിട്ട് വേണം എടുക്കാൻ. കൈ ഒന്ന് ഈ വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്ക് ചെറിയ രീതിയിൽ ചെറുതാകുമ്പോഴത്തേക്ക് വേഗം മുരിഞ്ഞിട്ട് ഇതിന് തീ കുറച്ച് വെച്ചൊന്ന് മുരിക്കണം. ആദ്യം ഇട്ടതൊക്കെ ചെറുതായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ചെറിയതായിട്ട് ഇട്ടിട്ട് വരുമ്പോഴത്തേക്കും ആദ്യം ഇട്ടതൊക്കെ മുരിയും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ മറിച്ചിട്ട് കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കണം. മാക്സിമം ചെറുതാക്കി എടുക്കുന്നതാണ് ഇത് ടേസ്റ്റ്. എല്ലാം ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്.
ഇത് ഇടയ്ക്കിടയ്ക്ക് മറിച്ചും തിരിച്ച് 2-3 പ്രാവശ്യം ഇട്ട് നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോഴത്തേക്ക് നമുക്കൊന്ന് ഒരു അരിപ്പിലോട്ട് കോരിയെടുക്കണം. നല്ല മുരിഞ്ഞിട്ടുണ്ട്. ഇതിനെ ഞാൻ ചെറിയ പീസൊക്കെ ആക്കി ഇട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പാടാണ്ട് ഞാൻ തന്നെ ഇതിലോട്ട് ഇങ്ങനെ ഇതിലോട്ട് അങ്ങ് ആക്കിയാണ് ചെയ്യുന്നത്. ഇതിൽ എണ്ണ വാർന്നിട്ട് നമുക്ക് അങ്ങനെ നമ്മുടെ റൈസ് പക്കോട സൂപ്പറായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ദാണ്ടെ ഒരു ഡിഷിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് സ്നാക്സായിട്ട് കുട്ടികൾക്കും വലിയവർക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ചെയ്തു നോക്കണം. ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കരുത്.